നമസ്കാരം. ഞാൻ പി.കെ. രമേശൻ. എൻ്റെ മാനസികവും സാമ്പത്തികവും അറിയപ്പെടാനുള്ള എനിക്ക് അവസരം ഉണ്ടായത് തന്നെ എൻ്റെ പരദേവതയും കുലദേവതയും ഞാൻ പൂജിക്കാൻ തുടങ്ങിയപ്പോഴാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഞാൻ ഒരുപാട് ജ്യോത്സ്യന്മാരെ കണ്ടു, ഒരുപാട് സാമ്പത്തികം അവർക്ക് കൊടുത്തു, ഒരുപാട് അമ്പലങ്ങളിൽ ഒരുപാട് വഴിപാടുകൾ നടത്തി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എന്നാലേ എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടായില്ല. ഞാൻ എൻ്റെ സത്യസന്ധമായി എൻ്റെ പരദേവതയും കുലദേവതയും പൂജിച്ചപ്പോഴാണ് എനിക്ക് സൗഭാഗ്യമുണ്ടായത്. എല്ലാവിധ എനിക്ക് സൗഭാഗ്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളും നിത്യകർമ്മങ്ങളിൽ ചെയ്യുക. എൻ്റെ രാവിലെ എൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഭക്ഷണങ്ങളെല്ലാം തയ്യാറായി. അതിനുശേഷം കുളിച്ച് എൻ്റെ കുലദേവതകളെ പൂജിച്ചതിന് ശേഷം ഞാൻ ഒരു തുള്ളി ആഹാരം കഴിക്കണമെങ്കിൽ സഹജീവികളോടൊരു സ്നേഹമാണ്. എൻ്റെ പിതൃക്കളെയും പരദേവതകളെയും ഞാൻ മനസ്സാൽ അർപ്പിച്ചിട്ട് ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഒരംശം അവർക്ക് ആദ്യം നൽകിയതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ്. നിങ്ങളും ഇത് ജീവിതവൃതമാക്കി നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫോളോ ചെയ്യുക, യൂട്യൂബ് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലത്തെ ഭക്ഷണമാണ്, അതിൻ്റെ ഒരു ഭാഗം കാക്കയ്ക്ക് കൊടുക്കാൻ എടുക്കുകയാണ്. ബാ 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 എല്ലാവർക്കും കൊടുക്കണം. നമസ്കാരം. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി എൻ്റെ ഉപജീവനമാർഗമായ തൊഴിലുമായിട്ട് മുന്നോട്ട് എൻ്റെ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അഭിരാമിലോട്ട് എൻ്റെ ബിസിനസ് സ്ഥാപനം. നിങ്ങൾ അധ്വാനിക്കുന്ന പണം, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മൂലധനം, അത് കുറേ ജ്യോത്സ്യന്മാർക്കും ക്ഷേത്രങ്ങളിലും കുറേ മദ്യം വാങ്ങിച്ച് കഴിച്ച് സുഖിക്കാനുള്ളതല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പരമ്പരയായി നിങ്ങൾക്കൊരു കുലദൈവമുണ്ട്. ആ കുലദൈവത്തെ നിങ്ങൾ മനസ്സാൽ പൂജിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ആണ് നമ്മളുടെ സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുക. പിന്നെ നാം ചെയ്യുന്ന കർമ്മം, അതിൻ്റെ പുണ്യം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അല്ലാതെ കുറേ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്താവുന്ന ജ്യോത്സ്യനെ കണ്ട് കുറച്ച് കാശ് കൊടുത്തു. ഈ വഴിപാടുകളിൽ ആയിരക്കണക്കിന് പേര് ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് നടത്തും. പക്ഷേ അതിൽ കൃത്യമായി ഒരു ദിവസമേ ഒരുത്തന് മാത്രമേ കർമ്മം ചെയ്യാൻ പറ്റൂ. അത് തിരിച്ചറിയുക. അപ്പോൾ നിങ്ങളും ചെന്ന് അതിൽ 1001 നോക്കി ഫലം കിട്ടാറില്ല. നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നതല്ലാതെ ഇല്ല. ഈശ്വരനെ മനസ്സാൽ നാം പൂജിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലം കിട്ടും. അതിൻ്റെ കർമ്മഫലം നമുക്ക് നമ്മളെ തേടി വന്നിരിക്കും. ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ
നിങ്ങളുടെ കുലദേവതയും പരദേവതയും പൂജിക്കൂ. സത്യമായും നിങ്ങൾ വിജയിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും നല്ല വിഷയങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.